കേരളം ഇതുവരെ കണ്ട തെരഞ്ഞെടുപ്പുകൾ പോലെ അല്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. വലിയ പ്രത്യേകതകളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്ന് സമഗ്രമായിട്ടൊന്ന് വിലയിരുത്തിയാൽ എന്തൊക്കെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത? ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു വലിയൊരു മുന്നേറ്റം ഒന്നും പറയാനില്ല. തെരഞ്ഞെടുപ്പിൽ വലിയൊരു വർധനവൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ ഏകദേശം 4%, 5% വോട്ടിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത്. ഒരു വൻ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7%, 8% വ്യത്യാസം വരുമ്പോഴാണ് വൻ മുന്നേറ്റം എന്ന് പറയുക. അപ്പോൾ അതേ സമയത്ത് ചെറിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ഇത്തരത്തിലെ വോട്ടുകളുടെ കാര്യത്തിൽ പല മണ്ഡലങ്ങളിലും വോട്ടുകൾ കുറഞ്ഞിട്ട് പോലും വോട്ടിംഗ് ശതമാനം വളരെയധികം വർദ്ധിച്ചു എന്നാണ് സവിശേഷത. അതിനെനിക്കൊരു കേരളം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ തോന്നുന്നത്, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ വോട്ട് വർദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾ കൂടുതൽ വോട്ട് ചെയ്തു എന്നാണ് പറയുക. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായങ്ങൾ കൂടുതൽ ഹിന്ദുക്കൾ കൂടുതൽ താമസിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്, കൊല്ലം ടൗണിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്, ആലപ്പുഴയിൽ വർദ്ധിച്ചിട്ടുണ്ട്, കുറഞ്ഞത് കോട്ടയം ജില്ലയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട് വോട്ട് കൂടിയിട്ടില്ലെങ്കിലും ആ കൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ പാലക്കാട് ജില്ലയിൽ കൂടിയിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിൽ കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുള്ള വോട്ടിൻ്റെ വർധനവ് അതൊരു വലിയൊരു വോട്ടിൻ്റെ വർധനം എന്ന് പറയാൻ സാധ്യമല്ല. ഒരു 4%, 5% വോട്ടിൻ്റെ വർധനവ് വന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇവിടുത്തെ UDF LDF ഒന്നും കണക്കൂട്ടുന്ന പോലെ ശരിയാവണം നിർബന്ധമില്ല. ഈ കണക്കുകളൊന്നും ശരിയാവണം നിർബന്ധമില്ല. അതിനുള്ള കാരണം ഇപ്പോൾ UDF പറഞ്ഞിട്ട് ഞങ്ങൾ 100+ ആണെന്ന് പറയുന്നുണ്ട്. അതൊരു തമാശയായിട്ട് വിചാരിച്ചാൽ മതി. അതെ. സാധാരണ നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് കുറയാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. വോട്ട് കുറയാനുള്ള സാധ്യതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ഒരിക്കലും ഒരു ഹിന്ദു പക്ഷത്തിന് ഹിന്ദുക്കൾക്കെതിരായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കോൺഗ്രസ്. അതിൻ്റെ പേരിലാണ് ഇവിടെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളുടെ വോട്ടാണ് വർദ്ധിച്ചെങ്കിൽ ഹിന്ദു വിരുദ്ധമായിരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടിന് എതിരായിക്കൊണ്ടുള്ള ശക്തമായുള്ള നിലപാടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഗവൺമെൻറ് വിരുദ്ധ വികാരമാണെങ്കിൽ അത് കുറച്ചൊക്കെ കൊണ്ടിട്ടും ഇല്ലയെന്ന് പറയാൻ സാധ്യമല്ല. കേരള സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള വലിയൊരു ജനവികാരമുണ്ട്. ആ ജനവികാരം അണപൊട്ടി ഒഴുകിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ വ്യത്യാസം വന്നേനും. ഒരു 7%, 8% ഉള്ള വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റം വരേണ്ടതാണ്. അങ്ങനെ ഒരു നിയോജകമണ്ഡലത്തിലും വന്നിട്ടില്ല. വോട്ട് വർദ്ധിച്ചു എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ക്ലാസിൻ്റെ ഇടയ്ക്കുള്ള, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയ്ക്കുള്ള വോട്ടിൻ്റെ വർധനവാണ് വന്നിരിക്കുന്നത്. ആ വർധനവ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ 2 മുന്നണികൾക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ BJPക്ക് കുറേ സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും എന്നെ സംബന്ധിച്ചില്ല. പക്ഷേ BJPക്ക് വോട്ടിൻ്റെ ശതമാനത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് സാധ്യതയുണ്ട്. ഒരു സീറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 4 സീറ്റ് തുടങ്ങിയിട്ട് 18 സീറ്റ് വരെയുള്ള BJPക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 4 സീറ്റാവാം, അല്ലെങ്കിൽ 5, 6, 7, 8 വേണമെങ്കിലാകാം. അത് വേണമെങ്കിൽ മാക്സിമത്തിൽ 18 വരെ സീറ്റ് വരെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം BJPയുടെ അടക്കമുള്ള പല ആളുകളും മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ, നിയോജക മണ്ഡലങ്ങളിൽ വോട്ടിൻ്റെ ശതമാനം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കേണ്ടത്. ഏകദേശം 45 മണ്ഡലങ്ങളിലാണ് ഈ തരത്തിൽ ഒരു 80% വോട്ടുകൾ വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടേക്ക് ആ തരത്തിൽ വർധന വന്നു എന്നുള്ളത് ഒരു പരിധിവരേക്കുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകാര്യങ്ങളോടുള്ള വിരുദ്ധത വന്നു എന്നുള്ളതും, അതേപോലെ തന്നെ സാധാരണ രീതിയിൽ LDF ഭരണത്തിനെതിരായിട്ടുള്ളൊരു ജനവികാരം ഉണ്ടെങ്കിൽ അത് UDFന് അനുകൂലമാവണം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. UDFന് അനുകൂലമാവാൻ സാധ്യതയില്ല. കാരണം UDF എന്ന് പറയുന്ന പ്രസ്ഥാനം പരിപൂർണമായിട്ട് ഇസ്ലാമിക തീവ്രവാദികൾ കടിയറ വെച്ച പ്രസ്ഥാനമാണ്. അപ്പോൾ അവർ പ്രധാനമായിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞു, ലീഗിൽ നിൽക്കുന്ന ആളുകൾ ആരെ ലീഗിൽ നിൽക്കുന്നത്? മുസ്ലിം സമുദായത്തിൽ അപ്പർ ക്ലാസ്, കൂടാതെ കണ്ട് മറ്റുള്ള മുസ്ലിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും. ആരാ മറ്റുള്ള മുസ്ലിങ്ങൾ? മുസ്ലിം സമുദായത്തിൽ പിന്നാക്കക്കാർ. എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽ പിന്നാക്കക്കാർ ജമാഅത്തെ ഇസ്ലാമിയുടെ വാൽ തുമ്പിൽ കൈപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടേക്ക് വരുമെന്ന് ചില ആളുകൾ കോൺഗ്രസ്സുകാർ ധരിക്കുന്നുണ്ട്. ഇത് സത്യമാവാൻ സാധ്യതയില്ല. ഞാൻ കോൺഗ്രസ്സുകാരന് മുസ്ലിങ്ങൾ തീവ്രവാദികളായിരിക്കുന്ന മുസ്ലിങ്ങൾ വോട്ട് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് ലീഗുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഈ തന്ത്രത്തിൻ്റെ പിന്നിൽ ലീഗാണ്. ഒരു മുസ്ലിം കൺസോളിഡേഷൻ ആണ് ലീഗിൻ്റെ ടാർഗറ്റ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ പലകാലത്ത് സ്വീകരിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ഇവരല്ലാന്ന് പറയട്ടെ, ഇവരല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ജിന്നയുടെ ആ താവടി ഒന്ന് തള്ളിപ്പറയാൻ വേണ്ടി കേരളത്തിൽ മുസ്ലിം ലീഗ് തയ്യാറുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് തയ്യാറല്ല എന്നാണ്. ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ആദ്യമായിട്ട് സ്പീക്കറായിട്ടുള്ള സീതി ഹാജി എന്നങ്ങണ്ട അയാളുടെ പേര്, സീതി സാഹിബ്, അയാൾ 945 അയാളുടെ വിഖ്യാതമായിട്ടുള്ള പ്രസംഗമുണ്ട്. അതിനകത്ത് അയാൾ പറയുന്നത് ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ സ്വതന്ത്രമായാൽ അത് ഹിന്ദുക്കളുടെ രാജ്യമാകും, അവിടെ മുസ്ലിങ്ങൾ ഒറ്റപ്പെട്ടു പോകും, അതുകൊണ്ട് ഞങ്ങൾ പാകിസ്ഥാൻ രൂപീകരണത്തെ പിന്താങ്ങുന്നു എന്ന് പറഞ്ഞത് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സീതി സാഹിബാണ്.
ഇവർക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കുമോ? അപ്പൊ അങ്ങനെയുള്ളൊരു വലിയൊരു പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ളത്. ഇന്ന് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പിന്നോക്കക്കാരന് ഒന്നും ഇവർ മെമ്പർഷിപ്പ് കൊടുക്കാത്ത ഒരു കടുത്ത വർഗീയത സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഒരു വശത്ത്, അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ അവർക്ക് താല്പര്യമുള്ള തീവ്രവാദികളായിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകൾ, അവരെ ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് കോൺഗ്രസ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അത് ഹിന്ദു വിരുദ്ധമായുള്ള സമീപനമാണ്. കേരള സർക്കാരിന്റെ സമീപനം സമാനം തന്നെയാണ്. കേരള സർക്കാരാണെങ്കിൽ ആ സമയത്ത് SDPIയുടെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇലക്ഷനാണ് നടത്തിയത്. ആരാ SDPI? ആരാ? കേരളത്തില് എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന അഭിമന്യുവിനെ കോളേജിന്റെ വരാന്തയിലിട്ട് വെട്ടിക്കൊന്ന പ്രസ്ഥാനമാണ് SDPI, പോപ്പുലർ ഫ്രണ്ട്. ആ പ്രസ്ഥാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും വലിയ സഖ്യമാണ്. ഇപ്പൊ നമ്മൾ നേമത്ത് കണ്ടല്ലോ, നേമത്ത് അവിടെയുള്ള രണ്ട് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും തമ്മിൽ എപ്പോഴും കെട്ടിപ്പിടിച്ചുള്ള നടപ്പാ. അപ്പൊ ഇതിന്റെ അർത്ഥം ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പഴയ സമയത്തോടെ മുരളീധരൻ പോയി മത്സരിച്ചിരുന്നു. ഉദ്ദേശം ജയിക്കാനായിരുന്നില്ല. ഞാൻ നിന്ന കുറെ വോട്ട് പിടിക്കും, ആ വോട്ടിൽ BJP തോൽക്കും, അതായിരുന്നു അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. സമാനമായ രീതിയിലാണ് ശബരിനാഥൻ അവിടെ 3-ാം സ്ഥാനത്താണ്. ദയനീയമായിട്ട് പരാജയപ്പെടുന്ന ഉറപ്പുണ്ട്. ദയനീയമായിട്ട് പരാജയപ്പെടുന്ന സമയത്ത് തന്നെ ഹിന്ദു വോട്ടിന്റെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ശബരിനാഥന്റെ ടാർഗറ്റ്. ഈ ടാർഗറ്റ് മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹവും ശിവൻകുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം, ഉറ്റ ബന്ധുക്കളാണ് ഇവർ രണ്ടുപേരും. അത്രയ്ക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം നമ്മൾ ഇന്നലെ പോലും നമ്മളവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും വോട്ട് ചെയ്യാൻ പോയിട്ടുള്ള സ്ഥലത്തൊക്കെ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്ന വാസ്തവത്തില് കേരളത്തിലെ ഹൈന്ദവ ജനതയെ വിഘടിപ്പിച്ച് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിന്റെ ബോധപൂർവമായിട്ടുള്ള ഒരു അതിനുണ്ടായിട്ടുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ വോട്ട് വർദ്ധിച്ചതില് ചില ആളുകൾ കോൺഗ്രസ്സുകാരൊക്കെ പറയണ്ടായി, ഞങ്ങൾക്ക് പഴയ കാലം തുടങ്ങിയ തന്നെ ന്യൂനപക്ഷത്തിന്റെ നിങ്ങളുടെ വോട്ടാണ് ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ വോട്ടാണ്, ആ സമുദായത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ ഇവരൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുത, മുസ്ലിം സമുദായത്തെക്കാൾ ഇന്നലെ അതിശക്തമായ രീതിയിൽ വോട്ടിന്റെ കൺസോൾട്ടേഷൻ നടന്നത് ഹൈന്ദവ ജനങ്ങളിലാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതൊക്കെ സ്ഥലത്താ വോട്ട് വർദ്ധിച്ച് ചാത്തന്നൂരിൽ വർദ്ധിച്ചു, അത് അരൂരിൽ വർദ്ധിച്ചു. ഇതേപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ വോട്ട് കുറഞ്ഞ എവിടേക്ക്? പത്തനംതിട്ടയിൽ കുറഞ്ഞു, കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ കുറഞ്ഞു. അതേപോലെ തന്നെ വലിയ വർധനമൊന്നും ഇവർ പറയുന്ന പോലെ ഒന്നും മലപ്പുറം ജില്ലയിൽ ഉണ്ടായില്ലല്ലോ. കോഴിക്കോട് ജില്ലയിൽ കുറച്ച് വോട്ട് വർദ്ധിച്ചു, അതിന് 4.5% വോട്ടിന്റെ വർധനമാണ്. ആ വർധനവ് എറണാകുളം ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം ചതിച്ച ഹൈന്ദവരും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ആളുകള്, അത് എന്നുള്ള പേരിൽ ഇവര് ഇസ്ലാമിക തീവ്രവാദികളെ പിന്താങ്ങുന്നതിന് സമീപനമാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സ്വീകരിച്ചിരിക്കുന്നത്. അതിന് കിട്ടുന്ന ഒരു ശക്തമായ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എൻ്റെ അനുമാനം. അപ്പൊ സാറ് പറഞ്ഞതുപോലെയാണെങ്കിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തൂക്ക് സമയം വന്നില്ല എന്നിരിക്കട്ടെ, പിന്നെന്തായിരിക്കും ഉണ്ടാവുക? അല്ല, ഇപ്പോൾ സാധാരണ നിലയ്ക്ക് ഇപ്പോൾ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ആർക്കും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഒരു തൂക്കുമന്ത്രിസഭയ്ക്കാണ് വളരെ സാധ്യതയുള്ളത്. തൂക്കുമന്ത്രിസഭ ഇവിടെ എങ്ങനെ ഉണ്ടാവുക? അതിനെ സംബന്ധിച്ച് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വരണം. കാര്യം തൂക്കുമന്ത്രിസഭ വരണം എന്നുണ്ടെങ്കിൽ BJP അടങ്ങുന്ന പ്രസ്ഥാനങ്ങൾ കിട്ടുന്ന സീറ്റിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പിന്താങ്ങേണ്ടി വരും. അങ്ങനെ പിന്താങ്ങാൻ സാധ്യമല്ല. അല്ലെങ്കിൽ UDF LDF പിന്താങ്ങേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും അതിനകത്തൊരു ഘടകകക്ഷി മാറേണ്ടി വരും. ആ തരത്തിൽ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് പോലും കേരളത്തിന് സാധ്യതയുണ്ട്. കാരണം ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് കേരളത്തിൽ ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് മിക്കവാറും 2 പേർക്ക് 70 സീറ്റ് താഴെ കിട്ടാനുള്ള സാധ്യത. അങ്ങനെ 70 സീറ്റിൽ താഴെയാണ് 2 പേർക്ക് കിട്ടുന്നത്. കാര്യം ഇപ്പോൾ കോൺഗ്രസ്സുകാർ ധരിക്കുന്ന പോലെ ജനങ്ങൾ ഇന്നലെ കോൺഗ്രസിന് കൂടെ ആയിരുന്നില്ല. ഇസ്ലാം ഭൂരിപക്ഷമുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് സീറ്റ് കൂടിയിട്ടുണ്ടാവും. ഇപ്പം മലപ്പുറം ജില്ലയിൽ ചില സ്ഥലത്ത് അവർക്ക് കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ചില ഭാഗങ്ങൾക്ക് അവർക്ക് കൂടിയിട്ടുണ്ടാവും. ജമാഅത്തെ ഇസ്ലാമിയുടെയും ലീഗിൻ്റെയും കൂടി പിന്തുണയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി സാധ്യമാവുക. അല്ലാതെ കണ്ടുള്ള മിക്കവാറും എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഇലക്ഷൻ വരും. അങ്ങനെ ഒന്നല്ല, തെരഞ്ഞെടുപ്പ് വരും. അങ്ങനെയാണല്ലോ ഇതിനു മുമ്പ് 1965 അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യക്തമായിട്ട് ഭൂരിപക്ഷം ആർക്കും കിട്ടാതെ വന്ന സമയത്ത് 967 തെരഞ്ഞെടുപ്പ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം 965 ഇലക്ഷനാണ്. അന്ന് നിയമസഭ പോലും കൂടിയുണ്ടായില്ല. ഇപ്പം നിയമസഭ കൂടുതലും എനിക്ക് പറയാൻ പറ്റില്ല, വേണേൽ കൂടാം, അതിനുശേഷം വേണമെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകാം. ഏതാണെങ്കിലും നിലവിലിരിക്കുന്ന സംവിധാനത്തിൽ കേരളത്തിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.